ഒരാൾ പോലും ഏരിയസിൻ്റെ സ്റ്റാഫ് ഡൗറി വാങ്ങാൻ പാടില്ല, ഡൗറിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ടെർമിനേഷനാണ്. അത് പേരൻ്റെ കൂടെ ഇപ്പോൾ ഓൾറെഡി അച്ഛനും അമ്മയും തന്നേക്കുന്ന പേരാണ്. അതൊരു ഷോർട്ട് ഫോം ആയിട്ടൊക്കെ അങ്ങോട്ട് വെച്ചാൽ മതി, ഒരു അക്ഷരത്തിലങ്ങ് ഒതുക്കുക. അല്ലാതെ എൻ്റെ പേരിൻ്റെ കൂടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ വരുമ്പോൾ തന്നെ പേരിൻ്റെ കൂടെ സാധനം ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഭാര്യയുടെ വിശ്വാസത്തിൽ ഞാൻ കയറി ഇളക്കാനും നിൽക്കാറില്ല. ഭാര്യ പറയുന്നിടത്തെല്ലാം പോകാറുണ്ട്. ഇനി ചൈന പ്രസിഡന്റ് നടത്തണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യാം. സന്തുഷ്ടമായ കുടുംബജീവിതത്തിന് നമ്മൾ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ്. നമസ്കാരം, ഞാൻ വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട സോഹൻ റോയിയോടൊപ്പമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രവാസത്തിലേക്ക് എങ്ങനെയാണ് വരാനുണ്ടായ സാഹചര്യം? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഷിപ്പിന് തീ പിടിച്ചു കഴിഞ്ഞ ഒരു കഥ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എനിക്കൊരു ഫുജറയെന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഓഫർ വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് കരയിലുള്ള പണിയാണ്. അപ്പോൾ ഈ കടലിൽ തീപിടുത്തം കഴിഞ്ഞതിൻ്റെ ഒരു ഷോക്കിൽ നിന്ന് മാറാൻ കരയിലുള്ള പണിയാന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ വന്നപ്പം പകുതി സമയം വെള്ളത്തിൽ തന്നെയാണ്. എല്ലാ ദിവസവും സർവേക്ക് അവിടെ പോകണം. അങ്ങനെയാണ് വേൾഡിലെ ഏറ്റവും വലിയ ഇൻസ്പെക്ഷൻ കമ്പനി SGS എന്ന് പറയും. അപ്പോൾ അവരുടെ മറൈൻ ഡിവിഷൻ്റെ നോക്കാനായിട്ട് വരുന്നത്. അവിടെ ഒരു 3 years വർക്ക് ചെയ്തു. ശരി. അവിടെ 3 years അത്യാവശ്യം പണി പഠിച്ചു. ദുബൈയിലാണ്? ദുബൈയിലാണ്, അതൊക്കെ ദുബൈയിലാണ്. അവിടെ നിന്ന് ഇൻസ്പെക്ഷൻ ജോബ്സ് എല്ലാം പഠിച്ചു. പക്ഷേ അന്ന് ഞാൻ ഷിപ്പ് ഡിസൈൻ ഇല്ല അവിടെ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഷിപ്പ് ഡിസൈൻ വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് എടുത്ത് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം എൻ്റെ ഒരു സുഹൃത്തുക്കൾ കുറേ പേരുണ്ട് ഇവിടെ. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സൈഡ് പരിപാടി ജോബ് പോയി തപ്പിയെടുക്കും. അത് അവരെ കൊണ്ട് തന്നെ, കാര്യം ഇത് ചെയ്യാൻ സോഫ്റ്റ്വെയർസൊക്കെ വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. അപ്പം സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി അത് ചെയ്യും. ചെറിയ പോക്കറ്റ് മണിയൊക്കെ അതിൽ നിന്ന് കിട്ടും. അപ്പം മെല്ലെ എന്തെങ്കിലുമൊക്കെ സൈഡ് ചെയ്ത് തുടങ്ങണമല്ലോ. അപ്പം ഒരിടത്ത് വർക്ക് ചെയ്യുന്നു, സൈഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ 6 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഞാൻ തീരുമാനിച്ചത്, ഇനി ദിസ് ഈസ് ഇനഫ്. നമ്മൾ വേറെ ആളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നേക്കാളും അതിനേക്കാളേറെ നല്ല ഈ ജോബ് നല്ല സുഖമായിട്ട് സുഖം ജോബ്, നല്ല സാലറി. പക്ഷേ എല്ലാ വർഷവും അവസാനം ഒരു ടൂർ എവിടെയെങ്കിലും പോകും. തിരിച്ചു വരുമ്പോൾ ഒന്നും കാണത്തില്ല. അല്ല, അത് മുഴുവൻ തീർത്തിട്ടാണ് വരുന്നത്. 2 പെൺപിള്ളേരും ഉണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്നാണ് ഒരു ദിവസം ടൂർ കഴിഞ്ഞ് മലേഷ്യ, സിംഗപ്പൂരൊക്കെ പോയി കറങ്ങിയിട്ട് വന്ന് പോക്കറ്റ് നോക്കിയപ്പോൾ 50 dirhams ഉണ്ട്. മതി, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാൻ വെച്ചിട്ട് അന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് ഏരിയസ് ഗ്രൂപ്പ്. ശരി. അപ്പം അത് ശരിക്കും അതിൻ്റെ ഓഫീസ് ദുബൈയിൽ തന്നെയായിരുന്നു? ദുബൈയിൽ. ഓക്കെ. ദുബൈയിലല്ല, ഞങ്ങൾ ആദ്യം ഷാർജയിലാണ് തുടങ്ങുന്നത്. പിന്നീട് ഇപ്പോൾ ദുബൈയിലും ഉണ്ട് ഓഫീസ്, എല്ലാ എമിറേറ്റ്സിലും ഉണ്ട്. ഷാർജയിൽ കാര്യം അന്ന് അത് തുടങ്ങണമെങ്കിൽ ദുബൈയിൽ ഞങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ ഏതാണ്ട് 400,000 dirhams. ഷാർജയിലാണ് 250,000 dirhams മതി. കാര്യം അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും ഓഫീസ് റെൻറ്റും ഒക്കെ കുറവാണല്ലോ. അപ്പോൾ ആ സമയത്ത് കാര്യം എൻ്റെ കയ്യിൽ പൈസ വേറെ ഇല്ല, ഫണ്ട് റേസ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വഴിയും കുറച്ച് അത്യാവശ്യം ചെറിയ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം 250,000 എനിക്ക് റേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ അങ്ങനെ ഷാർജയിൽ പ്ലാൻ ചെയ്ത് ഷാർജയിൽ തുടങ്ങി. പക്ഷേ ഇന്നും ഷാർജ തന്നെ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് അത് കാരണം. അത് ശരി. ഇപ്പോഴും അത് അവിടെ തന്നെ അതേ ബിൽഡിംഗ് അല്ല, വേറെ ബിൽഡിംഗ് ആണ്. പക്ഷേ അതാണ് നമ്മുടെ ഹെഡ് ഓഫീസ്. ഈ ഇപ്പോൾ പൊതുവേ കോമൺലി ജനറൽ പബ്ലിക് ഈ ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നതിന് ശേഷം കൂടുതൽ അറിയുന്നതോടെ അതിലേക്ക് വരാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് ട്രൈ ചെയ്യണം, അങ്ങയുടെ അടുത്തെത്താനും അവിടെ ഒരു ജോബ് തേടാനും ഒക്കെ. അതിൻ്റെ മെയിൻ കാരണം മറ്റൊരു കമ്പനിയും കൊടുക്കാത്ത ആ ഒരു ഫെസിലിറ്റി. അതായത് അവിടെ ജോലി ചെയ്യുന്ന, ഇപ്പം ഹസ്ബൻഡ് ജോലി ചെയ്യണം, ഒരു ഹസ്ബൻഡായിട്ടൊരാൾ അവിടെ ജോലി ചെയ്യണമെങ്കിൽ വൈഫിന് അതിൽ നിന്ന് സാലറി പോകുന്നു. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് അതിൽ നിന്ന് ഒരു സാലറി പോകുന്നു. പിന്നെ അമ്മയ്ക്ക്, പാരൻസിന് പോകുന്നു. ഇതെങ്ങനെയാണ് ഈ കൺസെപ്റ്റിലോട്ട് എത്തിയത്? അല്ല, എല്ലാ വർഷവും ഇപ്പം ഞങ്ങൾ തുടങ്ങിയിട്ട് 10-28 വർഷമായില്ല. എല്ലാ വർഷവും ഒരു പുതിയ ആശയം എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ ഒരു 25-ലേറെ യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അത് വേറെ ഒരു കമ്പനിയും ഫോളോ ചെയ്യാത്തതാണ്. അതിൽ വരുന്നതാണ് റിട്ടയർമെൻറ്റ് സ്കീം. പ്രൈവറ്റ് സെക്ടറിൽ റിട്ടയർമെൻറ്റ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. പേരൻറ്റ് പെൻഷൻ, ഗ്രാൻഡ് പേരൻസിനെ നോക്കിയാൽ അതിനുമുണ്ട് അലവൻസ്. കുട്ടികൾക്ക് ഉണ്ട്, ജനിച്ച് വീഴുന്നിട്ട് കുട്ടികൾക്കുണ്ട്. വീട് ഇല്ലെങ്കിൽ കമ്പനി വീട് വെച്ച് കൊടുക്കണമെന്നുള്ള പോളിസി ഉണ്ട്. 10 വർഷം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്പനി. അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണം. ഇനി ആരെങ്കിലും ഒരു എംപ്ലോയി മരിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് അവരുടെ ഫാമിലിയെ വി ഷുഡ് ടേക്ക് കെയർ. അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, പേരൻസിനെ നോക്കേണ്ടത് എല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ വി ആർ ഡൂയിങ് ഇറ്റ്. അങ്ങനെയുള്ള കേസുകളുണ്ട് നമ്മൾ.
ഇനി അവരുടെ ഡിപ്പെൻഡൻസിന് ആർക്കെങ്കിലും ജോബ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം. പോളിസിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അതിനകത്ത് കയറി പറ്റണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. കാര്യം എല്ലാവർക്കും വന്ന് കയറാൻ പറ്റില്ല. നമ്മൾ ഈ നിങ്ങൾ ഡിഗ്രി സെറ്റ് നിങ്ങൾ റാങ്ക് ഹോൾഡറൊന്നും ആവേണ്ട കാര്യമില്ല ഏരിയസിൽ വരാൻ വേണ്ടി. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടാവണം, നിങ്ങൾ സ്മാർട്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. ഇത്രയും ഇതിനോടൊപ്പം നിങ്ങളുടെ ക്യാരക്ടറാണ് നമ്മൾ നോക്കുന്നത്. അത് ഇൻ്റർവ്യൂവിന് നമുക്കറിയാം. ഞങ്ങൾക്ക് ആളിനെ ഒരു 25 ലെവൽ ഓഫ് ഫിൽട്രേഷൻ ഉണ്ട് നമുക്ക്. ഈ 25 ലെവൽ ഫിൽട്രേഷനും ഞങ്ങൾക്ക് നടത്താനായിട്ട് ഒരു 24 മണിക്കൂർ മതി. 24 hours ഈ ഫിൽറ്റേഴ്സ് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ട് ഒരാൾ നമ്മുടെ അടുത്തെത്തും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്രിമിനലാണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിന് സെപ്പറേറ്റ് എക്സ്പേർട്സ് ഉണ്ട്. നിങ്ങളെ കൊണ്ട് ഒരു പേജ് എഴുതിപ്പിക്കും. അത് നിങ്ങളുടെ എഴുത്ത് കാണുമ്പോൾ അറിയാം നിങ്ങളുടെ ഉള്ളിൽ ക്രിമിനൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ഇവിടെ കയറി പറ്റൽ ഈസി അല്ല. അപ്പം അതിൽ ഒന്നാണ് ആൻറ്റി ഡൗറി പോളിസി. അപ്പം ഞങ്ങൾ നിർബന്ധമാണ് ഒരാൾ പോലും ഏരിയസിൻ്റെ സ്റ്റാഫ് ഡൗറി വാങ്ങാൻ പാടില്ല. ഡൗറിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ടെർമിനേഷനാണ്. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് തന്നെ അവർ സൈൻ ചെയ്യണം, എഗ്രി ചെയ്യണം. ഐ വിൽ നോട്ട്. കാര്യം മിക്കവാറും ജോയിൻ ചെയ്യുന്നവരൊക്കെ ബാച്ചിലേഴ്സ് അല്ലേ. അപ്പം ആൻറ്റി ഡൗറി പോളിസി കമ്പനിയുടെ അത് ഫോളോ ചെയ്യാം എന്നുള്ളതാക്കണം. അതുപോലെ ഭാര്യമാർക്ക് എപ്പം വേണേലും കംപ്ലയിൻറ്റ് ചെയ്യാം. ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ഇടപെടും, അത് നടപടിയെടുക്കും. ഓക്കെ. ഇനി അതുപോലെ തന്നെ ആൻറ്റി കാസ്റ്റ് പോളിസി ഉണ്ട്. അതായത് നമുക്ക് ഈ ജാതി മതമൊന്നും ഇല്ല, ഏകലോകം എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ വെറുതെ ഒരു കാലത്ത് നടക്കുന്നതല്ല. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ വേണമെങ്കിൽ നമുക്കത് കൊണ്ടുവരാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന തീരുമാനമാണ് നമ്മുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ എന്തോ അതൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വരിക. ഓഫീസിൽ വന്നു കഴിഞ്ഞിട്ട് അത് പേരിൻ്റെ കൂടെ അതുകൂടെ വെച്ച് വിടുമെന്ന് പറഞ്ഞാൽ വേണ്ട, അതിന് വേറെ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുക. അത് പേരിൻ്റെ കൂടെ ഇപ്പോൾ ഓൾറെഡി അച്ഛനും അമ്മയും തന്നേക്കുന്ന പേരാണ്. അതൊരു ഷോർട്ട് ഫോം ആയിട്ടൊക്കെ അങ്ങോട്ട് വെച്ചാൽ മതി, ഒരു അക്ഷരത്തിലങ്ങ് ഒതുക്കുക. അല്ലാതെ എൻ്റെ പേരിൻ്റെ കൂടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ വരുമ്പോൾ തന്നെ പേരിൻ്റെ കൂടെ സാധനം ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്കാനാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായി. കാര്യം ഈ മോഡേൺ യുഗത്തിൽ ഈ വാലും കൊണ്ട് നടക്കുമെന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് വേണ്ട. അതുകൊണ്ട് നമ്മൾ ആദ്യം അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആരും ആപ്ലിക്കേഷൻ അയക്കുമ്പം പോലും അത് വെച്ചിട്ട് അയക്കാം. അപ്പം അന്നേരം എടുത്ത് ചവിട്ടുകൊട്ടിലേക്ക് കളഞ്ഞേക്കാനാണ് പറഞ്ഞേക്കുന്നത്. കാര്യം അച്ഛനും അമ്മയും ഇട്ടേക്കുന്ന കാണിച്ച തെറ്റ് നിങ്ങൾക്കും തിരുത്താൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് മാനസിക വൈകല്യമാണ്. മനസ്സിലായില്ലേ? അത് സ്വയം അത്ര അതിനുള്ള ബോധം വേണം. ഏരിയസിലേക്ക് വരുമ്പം അതിനുള്ള ബോധമെങ്കിലും വേണം. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ജാതി വാലും കൊണ്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പുറത്ത് വെച്ചിട്ട് വരും. അല്ലേ തന്നെ പേരിനകത്ത് മതമുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു ജാതിയും കൂടെ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുമല്ല, ഇന്റർ കാസ്റ്റ് മാരേജിന് ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നത്. ഇപ്പം ഇന്റർ റിലീജിയസ് മാരേജ് ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ചിലവ് കമ്പനി എടുക്കുന്നത്. അത് കല്യാണം നടത്തി കൊടുക്കുന്ന കമ്പനിയാണ്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ചെറിയ സഹായങ്ങൾ, ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു രീതി. അപ്പോൾ എനിക്ക് ഐ ആം സോ ഹാപ്പി. കാര്യം ഇത് ഈ ലീഡർ എന്ന നിലയിൽ ചെയ്യുന്ന ആളത് പാലിക്കുന്നുണ്ടോ എന്നല്ലേ നോക്കുന്നത്. ഐ ആം സോ ഹാപ്പി ദാറ്റ് എൻ്റെ വീട്ടിൽ മൊത്തം എൻ്റെ 2 മരുമക്കളും ഡിഫറെൻറ്റ് മതങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ഇതെനിക്കിത് പറയാനുള്ള റൈറ്റും ഉണ്ട്. തീർച്ചയായിട്ടും. ഞാൻ വെറുതെ ആദർശം പറയുക മാത്രമല്ല, ഞാൻ എൻ്റെ ലൈഫിൽ നിന്നൊക്കെ മതം എന്നെ ഉപേക്ഷിച്ചേക്കുന്നതാണ്. എത്രയോ എന്താണ് ആൾക്കാർ വിചാരിക്കുന്നത് എൻ്റെ മതം വേറെ ഏതോ ആണെന്ന്. കാര്യം എൻ്റെ പേര് കൺഫ്യൂസിങ് പേരാണ്. അതുകൊണ്ട് പലർക്കും അറിയത്തില്ല. എൻ്റെ കൂടെ പഠിച്ച ആർക്കും എൻ്റെ റിയൽ മതം ഏതാന്ന് പോലും അറിയത്തില്ല. സർ സോഹൻ റോയ്. അപ്പം ശരിയാണ്, ആ പേര് കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ടച്ച് ഇല്ലേ? പക്ഷെ എൻ്റെ ഭാര്യ നല്ല മതവിശ്വാസി. എന്നെ ഞാൻ ഇത്രയും വർഷമായിട്ട് എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഭാര്യയുടെ വിശ്വാസത്തിൽ ഞാൻ കയറി ഇളക്കാനും നിൽക്കാറില്ല. ഭാര്യ പറയുന്നിടത്തെല്ലാം പോകാറുണ്ട്. ഇനി ചൈന പ്രസിഡന്റ് നടത്തണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യാം. സന്തുഷ്ടമായ കുടുംബജീവിതത്തിന് നമ്മൾ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ്. അത് ഞാൻ ഓഫീസിനകത്തേക്ക് കൊണ്ടുപോകാറില്ല, വീട്ടിനകത്ത് വെച്ച് തീർക്കും. അതെ, ശരിക്കും ആ പോളിസി കൊള്ളാം ഏതായാലും. ഓക്കെ. അപ്പം ഇതെല്ലാം പാലിച്ച് വരുന്ന ഒരാളിനാണ് നമ്മുടെ ഒരു എംപ്ലോയി ആകാനുള്ളൊരു സാധ്യതയുള്ളത് അല്ലേ? അല്ല, അതുമല്ല, ഇപ്പം സോഷ്യൽ മീഡിയ വെരിഫിക്കേഷനാണ് ഏറ്റവും കെയർഫുൾ. ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷനൊക്കെയുള്ള പ്രശ്നമാണ്. നമ്മളെല്ലാം നമ്മുടെ എല്ലാം ഉള്ളൊരു ക്യാരക്ടർ ഡെഫിഷ്യൻസി ഉണ്ട്. ഈ ഡെഫിഷ്യൻസിയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ ഡെഫിഷ്യൻസീസ് പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സ്ഥലം വെച്ചാൽ സോഷ്യൽ മീഡിയ ആണ്. കാര്യം ഇന്ന് മിക്കവാറും എല്ലാവർക്കും സോഷ്യൽ മീഡിയ പേജുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും മെയിൻ കാര്യമാണ് സോഷ്യൽ മീഡിയ വെരിഫിക്കേഷൻ. അത് എല്ലാവരും ശ്രദ്ധിക്കുക. കാര്യം അത് ഞങ്ങൾ മാത്രമല്ല, ഇന്നും മിക്കവാറുമുള്ള എല്ലാ കോർപ്പറേറ്റ്സുകളും ശ്രദ്ധിക്കുന്നതാണ്. ഒരാൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അക്കാഡമിക്കലി നിങ്ങളൊക്കെ ഭയങ്കര ഹൈ ബെസ്റ്റ് നല്ല ഇത് ഉണ്ടാവും. പക്ഷേ സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്യുന്നുള്ളത് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അത് നോക്കിയിട്ടാണ് നിങ്ങളുടെ ക്യാരക്ടറിനെ അനലൈസ് ചെയ്യുന്നത്. AI വരെ ഉണ്ട്. അത് AI നോക്കിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ആള് വാട്ട് ക്യാരക്ടർ എന്നുള്ളത് കൃത്യമായിട്ട് വരും. ഞങ്ങൾ അതെല്ലാം നോക്കിയിട്ട് ഒരാളെ എടുക്കത്തുള്ളൂ. കാര്യം ഞങ്ങൾക്ക് ഒരു കുരിശെടുത്ത് തോളത്ത് വെക്കാൻ താല്പര്യമില്ല. കാര്യം ഒരു പോസ്റ്റിലേക്ക് 10 പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നമ്മൾ വെച്ചാൽ പോലെ. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഡെഫിഷ്യൻസി ഉള്ളവരെ വെച്ചിട്ട് ഇനി അവരെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമല്ലല്ലോ നമുക്ക്. നമ്മൾ ദുർഗുണ പരിഹാര പാഠശാലയല്ല നടത്തുന്നത്. കറക്റ്റ്, ശരിയാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയയിൽ അമിതമായി അവർ ഒരു പക്ഷേ മറ്റൊരാളെ കുറ്റം പറയാനായിരുന്നാലോ എന്തിനും ഇല്ല. അത് വെരി കെയർഫുൾ. നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ഇട്ടാൽ പോലും ഇന്ന് AI ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രതികരണത്തിനകത്ത് നിങ്ങളുടെ സ്വഭാവം ഒളിഞ്ഞിട്ട് ഇരിപ്പുണ്ട്. മനസ്സിലായില്ലേ? യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നിങ്ങൾ അതേസമയം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനത്തിന് പ്രസം കിട്ടും. മനസ്സിലായില്ലേ? അതെ, ഒരാൾ പോസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് തിങ് ആണ്. അതായത് നാളെ നിങ്ങളുടെ ഒരു ഡൗൺലൈൻ ഒരു ജോബ് നന്നായിട്ട് ചെയ്താൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയും. അങ്ങനെയാണ്, അതാണ് നിങ്ങൾ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ സോഷ്യൽ മീഡിയ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അതെ. ഈ ഇത്രയും വർഷമായി ഈ നമ്മുടെ സ്ഥാപനം ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ശരിക്കും എത്ര സ്റ്റാഫാണ് ഉള്ളത്? ഇപ്പം 4000-ലേറെ സ്റ്റാഫുണ്ട്. ഓക്കെ. എത്ര രാജ്യങ്ങളിലായിട്ട് വരും? 30 കൺട്രീസിൽ നമുക്ക് ഓഫീസുണ്ട്. ഇപ്പം ഒരു 120 കൺട്രീസിൽ നമുക്ക് ക്ലയൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രസൻസ് അവിടെയൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്റ്റാഫ് എവിടുന്ന് ഒക്കെ മൂവ് ചെയ്ത് പലയിടത്തായിട്ട് ടെമ്പററി ആയിട്ടെങ്കിലും ഇവിടെയൊക്കെ ഉണ്ടാവും. അത് അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്ഥലങ്ങളിൽ സ്റ്റാഫുണ്ട്, ഇത്രയും രാജ്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എത്ര രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്? ഞാനൊരു 75 കൺട്രീസിൽ കൂടുതൽ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു 10 വർഷത്തിൽ എന്താണ് ബാക്കി കൺട്രീസ് മൊത്തം ഒന്ന് കവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു രാജ്യമെങ്കിലും വെച്ചിട്ട് പോയാലേ പോകത്തുള്ളൂ. അപ്പം നമ്മൾ ഇതൊക്കെ ഏരിയസിന് ബ്രാഞ്ച് മാക്സിമം തുടങ്ങുക. അപ്പം അങ്ങോട്ട് പോകണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഡിവിഷൻ ഉണ്ട്. നമ്മൾ വേൾഡ് വൈഡ് ഒരു 10-60 ഈവൻറ്റ്സ് ഒരു വർഷം പലയിടത്തായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എനിക്ക് റീസൺസ് ഉണ്ട് പോകാനായിട്ട്. അല്ല, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ വരാൻ പോകുന്ന ഏതാണ് ഈവൻറ്റ്? ഇനിയിപ്പം ഷിപ്ടെക് വലിയ ഇവൻ്റാണ്, ഞങ്ങളുടെ ആനുവൽ ഇവൻ്റാണ്. അത് അന്ന് മാരിടൈം ഗോൾഫ് ഞങ്ങൾ നടത്തുന്നുണ്ട്. ആദ്യമായിട്ടൊരു ഗോൾഫ് ഈവൻറ്റ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യണം ഇവിടെ ദുബൈയിൽ വെച്ച് തന്നെ. അപ്പം ഇത് രണ്ടുമാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ട് തൊട്ടടുത്ത് വരുന്ന വലിയ ഇവൻറ്റ്. ചെറിയ ഇവൻറ്റ്സ് പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്.